ഹായ് ഫ്രണ്ട്സ്, ഞാൻ സാധാരണ ചില മെമ്പേഴ്സിൻ്റെ ഇടയിലും ചില സ്റ്റുഡൻസിനോടുമൊക്കെ സംസാരിക്കുമ്പം വളരെ കോമൺ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നൊരു ഡൗട്ടാണ്, സാർ ഇപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സാധനം കമ്പനീസിന് ഫോളോ ചെയ്യണോ? ഇൻഡേഴ്സ് മാത്രമല്ലേ ഉള്ളൂ? അല്ലെങ്കിൽ ചിലർ വന്നിട്ട് ചോദിക്കും, സാർ ഈ കമ്പനിക്ക് AS ആണോ ഇൻഡേഴ്സ് ആണോ? സാർ ഈ എൻ്റെ കമ്പനി പാർട്ട്ണർഷിപ്പാണ്, അവർക്ക് എനിക്കൊരു ഓഡിറ്റ് ഉള്ളത് പാർട്ട്ണർഷിപ്പാണ്, അവർക്ക് ഇൻഡേഴ്സ് ഒക്കെ വേണോ? ഇങ്ങനെയുള്ള പല ഡൗട്ടും പലർക്കും വരാറുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഡൗട്ട് അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ബേസിക്കലി ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, വാട്ട് ആർ ദി ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ദാറ്റ് ഈസ് പ്രിവൈലിംഗ് ഇൻ ഇന്ത്യ, ആൻഡ് ഫോർ ഹൂം ഈച്ച് ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈസ് ആപ്ലിക്കബിൾ. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ്, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു 4 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയപ്പെടുന്നത്. 1 അണ്ടർസ്റ്റാൻഡബിലിറ്റി, 2 റിലയബിലിറ്റി, 3 റെലവൻസ്, 4 കമ്പയറബിലിറ്റി. പക്ഷേ നമ്മളുടെ അക്കൗണ്ടിങ് ഇവോൾവ് ആയി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പലരും പല രീതിയിൽ പല ട്രാൻസാക്ഷൻസും അക്കൗണ്ട് ചെയ്തു വന്നപ്പോൾ ഈ പറയുന്ന ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും ഇല്ലാതെ പോയി. പലർക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാനൊന്നും പറ്റാതെ വന്നു. അപ്പം ഈ കമ്പയറബിലിറ്റിയുടെ ഇഷ്യൂ ഒഴിവാക്കണം, നോൺ കമ്പയറബിലിറ്റി എലിമിനേറ്റ് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റിലയബിലിറ്റി ഇംപ്രൂവ് ചെയ്യണം, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് പോളിസീസ് പ്രൊസീജിയേഴ്സ് ഒക്കെ വേണം. ഈ ഇൻറ്റൻഷനോടെ കൊണ്ടുവന്ന ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ് നമ്മളുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ സർട്ടൺ റിട്ടൺ പോളിസി ഡോക്യുമെൻറ്റ്സ്. ഇത് റൂളോ സംഭവമൊന്നുമല്ല, പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പോളിസി ഡോക്യുമെൻ്റ് ആണ്. ഇത് ഫ്രെയിം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് കൺഫ്യൂഷൻസ് ഉള്ള, നമുക്ക് യൂണിഫോം ആയിട്ടുള്ള പോളിസീസ് ഫോളോ ചെയ്യേണ്ട കുറേ ഏരിയാസിൽ കുറേ ഗൈഡ് ലൈൻ തന്നിട്ടുണ്ട്. ഈ ഗൈഡ് ലൈൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് ഒരു ട്രാൻസാക്ഷൻ എപ്പം അക്കൗണ്ട് ചെയ്യണം, അങ്ങനെ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഏത് വാല്യൂവിൽ അതിനെ അക്കൗണ്ട് ചെയ്യണം, ദെൻ ഫിനാൻഷ്യൽസ് സബ്സീക്വൻ്റ്ലി പ്രിപ്പയർ ചെയ്യുമ്പോഴും ഏത് വാല്യൂവിലാണ് അതിനെ കാണിക്കേണ്ടത്, ദെൻ ഇങ്ങനെ ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുമ്പം ഫിനാൻഷ്യൽസിൽ എവിടെയാണ് ഓരോരോ ഐറ്റംസും കാണിക്കേണ്ടത്, ദെൻ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മനസ്സിലാക്കാൻ എന്തൊക്കെ അഡീഷണൽ കാര്യം ഫിനാൻഷ്യൽസിൽ കൊടുക്കണം. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ബുക്സിൽ കൊണ്ടുവരുന്നത് എപ്പം എന്ന് മുതൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അത് എവിടെ, എങ്ങനെ, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഡിസ്ക്ലോസ് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യണം എന്ന് വരെയുള്ള ആസ്പെക്ട്സ് എല്ലാം കവർ ചെയ്യുന്ന ഒരു പോളിസി ഡോക്യുമെൻ്റ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇനി ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണോ? ഇത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു റോഡിൽ കൂടി പോകുമ്പം തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു പെട്ടിക്കടയിൽ പുള്ളി നടത്തുന്ന ബിസിനസ്സാണ്. പുള്ളിയോട് നമ്മൾ ചെന്നിട്ട് നിങ്ങൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആപ്ലിക്കബിലിറ്റി നമ്മൾ കുറച്ച് ആൾക്കാർക്കില്ല, കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഉള്ളത്. അപ്പം എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ലെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് നോക്കണം. അപ്പോൾ ആ ക്രൈറ്റീരിയ നോക്കാൻ വേണ്ടി ബേസിക്കലി 2 ആയിട്ടാണ് ആപ്ലിക്കബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയിലുള്ളതിനെ തിരിച്ചിട്ടുള്ളത്. ഒന്ന് കമ്പനീസിന് വേണ്ടിയുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്, കമ്പനീസിന് വേണ്ടിയുള്ള ആപ്ലിക്കബിലിറ്റി. കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു എൻറ്റിറ്റിയാണ്. അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ആക്ട് ഉണ്ട്, ഇത് കമ്പനീസ് ആക്ട് 2013. അപ്പം അതിനകത്തൊരു സെക്ഷൻ പറഞ്ഞു വെക്കുന്നുണ്ട്, സെക്ഷൻ 133 പറഞ്ഞു വെക്കുന്നുണ്ട്, കമ്പനീസിന് വേണ്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെൻട്രൽ ഗവൺമെൻറ് ആണ് നോട്ടിഫൈ ചെയ്യുക, അത് അവർ ഫോളോ ചെയ്യണം. അപ്പം ആ ഒരു സെക്ഷൻ്റെ കീഴിൽ 2 സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇപ്പം നോട്ടിഫൈഡ് ആയിട്ടുള്ളത്. ഒന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് നമ്മളതിനെ വിളിക്കും. ഓക്കെ, കമ്പനീസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റൂൾസ് 2006 എന്ന് പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റൂൾസിലൂടെ നോട്ടിഫൈ ചെയ്ത അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണത്. അത് ബേസിക്കലി നമ്മളുടെ സ്മോളർ ആയിട്ടുള്ള കമ്പനീസിന് വേണ്ടിയുള്ള ഒരു സംഭവമാണ്. ഓക്കെ, സ്മോളർ കമ്പനീസിന് വേണ്ടി ആപ്ലിക്കബിലിറ്റി ഉള്ള സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്.
അവിടെ AS 1 to 29 സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്. അതിൽ 2 സ്റ്റാൻഡേർഡ്സ് വിഡ്രോൺ ആണ്, ബാക്കി 27 സ്റ്റാൻഡേർഡ് ആണ് ഉള്ളത്. ഈ സ്മോളർ കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡേസ് ഫോളോ ചെയ്യേണ്ടാത്ത ബാക്കി എല്ലാ കമ്പനീസിനെയും നമ്മൾ സ്മോളർ കമ്പനീസ് എന്നാണ് പറയുക. ഈ രണ്ടാമത്തെ സെറ്റ് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തേത് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആവുമെന്ന് മനസ്സിലാവും. അപ്പം രണ്ടാമത്തെ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. അത് 2015 നോട്ടിഫൈ ചെയ്ത കമ്പനീസ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റൂൾസ് 2015 അതിലാണ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ലാർജർ കമ്പനീസിന് വേണ്ടിയുള്ളതാണ്. ഇവിടുത്തെ ലാർജർ കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇതിൽ വരുന്നത് എല്ലാ ലിസ്റ്റഡ് കമ്പനീസും ഇതിൻ്റെ പെർവ്യൂവിലാണ്. ഇനി എല്ലാ അൺലിസ്റ്റഡ് കമ്പനീസ് വിത്ത് നെറ്റ്വർത്ത്, ഇവിടുത്തെ ക്രൈറ്റീരിയ നെറ്റ്വർത്ത് ആണ്. നെറ്റ്വർത്ത് മോർ ദാൻ ഓർ ഈക്വൽ ടു 250 crore ഇതിൻ്റെ കീഴിലാണ്. ഇനി ഇത് സാധാരണ കമ്പനിയുടെ സിറ്റുവേഷൻ. അതുപോലെ തന്നെ ലിസ്റ്റഡ് NBFCസും അൺലിസ്റ്റഡ് NBFCs ഹാവിങ് നെറ്റ്വർത്ത് മോർ ദാൻ ഓർ ഈക്വൽ ടു 250 crore ഇൻഡേസിൻ്റെ പെർവ്യൂവിലാണ്. ഇനി ഇവരുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാരൻറ്റ്, സബ്സിഡറി, അസോസിയേറ്റ്, ജോയിൻറ്റ് വെഞ്ചർ ഇങ്ങനത്തെ കമ്പനീസും നമ്മളുടേതാണ്, ഇൻഡേസിൻ്റെ പെർവ്യൂവിലാണ്. ഇത്രയും പേരാണ് 2020-21 ഫിനാൻഷ്യൽ ഇയർ, ഈ ഫിനാൻഷ്യൽ ഇയർ വരെ ഇൻഡേസിൻ്റെ പെർവ്യൂവിലേക്ക് വന്നിട്ടുള്ളത്. കവേർഡ് ആയിട്ടുള്ളത് ലിസ്റ്റഡ് കമ്പനീസ്, ലിസ്റ്റഡ് NBFCs, അൺലിസ്റ്റഡ് കമ്പനീസ്, അൺലിസ്റ്റഡ് NBFCs ഹാവിങ് നെറ്റ്വർത്ത് ഓഫ് 250 crore or more. ഓക്കെ, അൺലിസ്റ്റഡ് വരുമ്പോൾ മാത്രം നെറ്റ്വർത്ത് ക്രൈറ്റീരിയ വിൽ ബി ദയർ, ലിസ്റ്റഡ് ഡയറക്ട്ലി ആപ്ലിക്കബിൾ. ഇതാണ് ലാർജർ കമ്പനീസ്. ഈ ലാർജർ കമ്പനീസിനാണ് ഇൻഡേസ് എന്ന് പറയുന്ന ഈ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഈ ഇൻഡേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണലി ഫോളോ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ആ സ്റ്റാൻഡേർഡ്സിൻ്റെ ഇന്ത്യൻ വേർഷനാണ്. അതായത് നമ്മൾ 1991 ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഒക്കെ വന്നപ്പം ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ് ഒക്കെ വന്നു. അപ്പോൾ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പുറത്തുള്ളവർ ഈ സാധാ AS വെച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വന്നു, കമ്പയറബിലിറ്റിയുടെ ഇഷ്യൂ ഒക്കെ വന്നു. അങ്ങനെ 2006 ഇന്ത്യ ഈ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത സ്റ്റാൻഡേർഡാണ് ഇൻഡേസ്. ബേസിക്കലി ഒരു 98% വരെ IFRSൽ പറഞ്ഞിരിക്കുന്ന അതേ ഗൈഡ് ലൈൻസ് ഇവരിങ്ങോട്ടേക്ക് എടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ചില ചെറിയ ഏരിയയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ഇക്കണോമിക് കണ്ടീഷൻസുമായിട്ട് സ്യൂട്ട് ആവാനായിട്ടാണ്. അങ്ങനെ IFRSനെ ബേസ് ചെയ്ത് ഇന്ത്യയിൽ ഇറക്കിയിരിക്കുന്ന സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇൻഡേസ്. അതാണ് ഈ ലാർജർ കമ്പനീസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇവരല്ലാതെയുള്ള ബാക്കി കമ്പനീസ്, സ്മോളർ കമ്പനീസ് ആണ് നേരത്തെ മുതലുണ്ടായിരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റൂൾസ് 2006 നോട്ടിഫൈ ചെയ്ത അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, കുറച്ച് ലൈറ്റ് വെയ്റ്റ് വേർഷൻ ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യേണ്ടത്. ഇതാണ് കമ്പനീസിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ആപ്ലിക്കബിലിറ്റി. ഇനി കമ്പനീസ് പോട്ടെ, നോൺ കോർപ്പറേറ്റ്സ്, കമ്പനി അല്ലാത്ത ബാക്കിയുള്ളവർ വരുമ്പോൾ എന്താ സിറ്റുവേഷൻ? കമ്പനി അല്ലാത്ത ബാക്കിയുള്ളവരുടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ആക്ട് ഇല്ല. ഓക്കെ, ചിലപ്പം ചില കാര്യങ്ങൾ ഗവേൺ ചെയ്യാൻ വേണ്ടി ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻകം ടാക്സ് ആക്ട് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആസ്പെക്ട് അവരുടെ ലിക്വിഡേഷൻ ആണെങ്കിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡുണ്ട്. ഇങ്ങനെ പല ആക്ട് ഉണ്ടെന്നല്ലാതെ അവരെ ഫുള്ളി ഗവേൺ ചെയ്യുന്ന ഒരു ആക്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല, നോൺ കോർപ്പറേറ്റ്സിനെ മൊത്തത്തിനെ ഗവേൺ ചെയ്യുന്നത്. അപ്പം അവർക്ക് അങ്ങനെ ഒരു ആക്ട് ഇല്ലാത്തത് കൊണ്ട് ഈ കമ്പനീസിന് ചെയ്തതുപോലെ ഒരു ആക്ട് വഴി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റില്ല. അപ്പം ബേസിക്കലി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മളുടെ ICAI ആണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് പ്രൊഫഷൻ്റെ മുഴുവൻ അപ്പെക്സ് ബോഡി ഇൻ ഇന്ത്യ അവരാണ്. അപ്പോൾ അവർക്ക് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നോൺ കോർപ്പറേറ്റ്സിനെ കൊണ്ടും ഫോളോ ചെയ്യിപ്പിക്കണം. അപ്പോൾ എന്ത് ചെയ്തു, അവർക്ക് ഡയറക്റ്റ്ലി വന്ന് പറയാൻ പറ്റുമെന്ന് നോക്കി. അവർക്ക് ഡയറക്റ്റ്ലി വന്ന് പറയാനായിട്ടുള്ള പവർ ഉണ്ടോ? ICAI എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ ആക്ട് വഴി ഫോം ചെയ്തേക്കുന്ന ഒരു റെഗുലേറ്ററി ബോഡി മാത്രമാണ്. അവർക്ക് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഇല്ല. നിയമം ഉണ്ടാക്കുന്നത് പാർലമെൻ്റ് ആണ്. ഒരു സാധാരണ എൻറ്റിറ്റിന്മേൽ സാധാരണ ആൾക്ക് പാലിക്കേണ്ട നിയമങ്ങൾ ഉണ്ടാക്കാൻ ഒരിക്കലും ICAIക്ക് പവർ ഇല്ല. അപ്പം ICAIക്ക്
ആകെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കൂട്ടരുണ്ട്, ഞങ്ങൾ പാവം ചാർട്ടേഡ് അക്കൗണ്ടൻസ്. അപ്പോൾ എന്താ, അപ്പം IC പറഞ്ഞു ഞങ്ങൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, AS ഇഷ്യൂഡ് ബൈ IC എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതാണ് നോൺ കോർപ്പറേറ്റ്സിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ആ സംഭവം എന്താണ്, നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് ഡയറക്റ്റ്ലി ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ ഒപ്പിടിക്കാനായിട്ട് വരുമല്ലോ, ഓഡിറ്റ് ചെയ്യണം, ഓഡിറ്റ് ചെയ്തിട്ട് സൈൻ തരണം സാർ എന്ന് പറഞ്ഞ് വരുമല്ലോ. അങ്ങനെ മെമ്പേഴ്സ് ഓഫ് ICA അവരുടെ അറ്റസ്റ്റ് ഫങ്ഷൻ ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ കംപ്ലയിൻസ് അവരോട് നോക്കാൻ പറഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് നോൺ കോർപ്പറേറ്റ്സിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആപ്ലിക്കബിൾ ആവുന്നത്. അല്ലാതെ ഒരു സെപ്പറേറ്റ് ലോയിലോ കാര്യങ്ങളിലോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി നോൺ കോർപ്പറേറ്റ്സിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള AS ഇഷ്യൂഡ് ബൈ ICയും ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റൂൾസ് 2006 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. രണ്ടും ഇഫക്റ്റീവ്ലി ഒന്ന് തന്നെയാണ്. പക്ഷെ ആപ്ലിക്കബിലിറ്റി എഴുതുമ്പോൾ മാത്രം കമ്പനി ആണെങ്കിൽ കമ്പനീസ് ആക്ടിൻ്റെ റെഫറൻസ് കൊടുക്കണം, അല്ലാത്തവരാണെങ്കിൽ IC ഇഷ്യൂ ചെയ്ത സ്റ്റാൻഡേർഡ് എന്നുള്ള റെഫറൻസും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇഫക്റ്റീവ്ലി 3 സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിവെയിലിംഗ് ആയിട്ടുണ്ട്. ബട്ട് എന്താണ്, അത് നോക്കിക്കഴിയുമ്പം അതിൻ്റെ ഇൻ സബ്സ്റ്റൻസ് നോക്കിക്കഴിയുമ്പം 2 സെറ്റ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു സ്മോളർ കമ്പനീസ് ആൻഡ് നോൺ കോർപ്പറേറ്റ്സ്. സിംപ്ലർ സ്റ്റാൻഡേർഡ്സ് ആണ്. AS 1 to 29 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, 2 സ്റ്റാൻഡേർഡ് വിഡ്രോൺ, 27 സ്റ്റാൻഡേർഡ്സ് ഇൻ ഫോഴ്സ്. ഇനി ലാർജർ കമ്പനീസിന് വേണ്ടി മാത്രമായിട്ട് വേറൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അത് ഇന്ത്യൻ വേർഷൻ ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അവിടെ നമ്മൾ ചെറിയ ചേഞ്ചസ് മാത്രമാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ നിന്ന് വരുത്തിയിട്ടുള്ളത്. അവിടെ അവരുമായിട്ടുള്ള നമ്പറിങ്ങിലുള്ള ആ ഒരു സിമിലാരിറ്റി പോലും നിർത്താൻ വേണ്ടി IndAS 1 to 41, IndAS 101 to 116 അങ്ങനെ 2 സീരീസ് ആയിട്ടാണ് ആ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് കുറേ സ്റ്റാൻഡേർഡ്സ് അവിടെ വിഡ്രോ ചെയ്തേക്കുന്ന സ്റ്റാൻഡേർഡ്സിൻ്റെ നമ്പർ ഒന്നും ഇവിടെ കയറ്റി അടുത്ത സ്റ്റാൻഡേർഡ് ഒന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല. അപ്പം അതേ നമ്പറിങ് സ്കീം തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പം 1 to 41 ആൻഡ് 101 to 116 ഉണ്ടെങ്കിലും ഇഫക്റ്റീവ്ലി അതിനകത്ത് 39 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണുള്ളത്, IndAS ആണ് ഉള്ളത്. ഇതാണ് ബേസിക്കലി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ആപ്ലിക്കബിലിറ്റി. അപ്പം മിക്കവരും ചോദിക്കാറുള്ള ഡൗട്ടിനകത്തെ ഫസ്റ്റ് ആസ്പെക്ട് എന്താണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വന്നപ്പോൾ കമ്പനീസിന് എല്ലാവർക്കും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മാത്രമല്ല, സ്മോളർ കമ്പനീസിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ലാർജർ കമ്പനീസിന് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇതാണ്. സോ എല്ലാവരും എല്ലാം പഠിച്ചേ പറ്റുള്ളൂ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന്. 2, നമ്മളെ സംബന്ധിച്ചിടത്തോളം നോൺ കോർപ്പറേറ്റ്സിന് IndAS എന്ന് പറയുന്ന സാധനം ഇതുവരെ ആപ്ലിക്കബിൾ ആയിട്ടില്ല. അവർക്ക് AS തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. AS ഇഷ്യൂഡ് ബൈ IC ആണ് നമ്മളവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് നോർമലി നമ്മളുടെ എല്ലാ കമ്പനീസിനും ആപ്ലിക്കബിൾ ആണ്. നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് അവർ ഓഡിറ്റിന് വിധേയമാണ് എങ്കിൽ അവർക്കും എന്തായാലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മാൻഡേറ്ററി ആണ്. സോ ഇതാണ് ആപ്ലിക്കബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് പതിയെ പല വീഡിയോസായിട്ട് പലപ്പോഴായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഹാവ് എ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.